പ്രകാശമേ മിഴി തുറക്കുക വേഗം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രാർത്ഥനയുടെ പ്രസക്തിയെ കുറിച്ചാണ് ഈശോ പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഹിപ്പോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് അതല്ല നമുക്ക് വേണ്ടതെന്നും, നമ്മൾ കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ നമുക്ക് ഇവിടെ നൽകുന്നത്. രഹസ്യമായി കഥകടച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ. ബാഹ്യ പ്രകടനങ്ങളിലല്ല പ്രാർത്ഥന, മറിച്ച് ഹൃദയമറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഒരു വ്യക്തിയുടെ അപേക്ഷകളും നെടുവീർപ്പുകളും ഒരു വ്യക്തിയുടെ സ്നേഹവുമാണ് പ്രാർത്ഥന എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായ പ്രാർത്ഥന ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുമാണ്. നമുക്ക് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കപടനാട്യക്കാരായ പ്രാർത്ഥനക്കാരെ പോലെ ആകാതെ സത്യമായി അങ്ങേ ആരാധിക്കുന്നവരായി മാറുവാൻ. അതോടൊപ്പം തന്നെ കർത്താവ്, ഞങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങളെ നന്നായി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ കർത്താവ് ഞങ്ങൾക്ക് യഥാർത്ഥ പ്രാർത്ഥനാ വരം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് ജീവിതത്തിലുടനീളം പ്രാർത്ഥിച്ചു ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക